അച്ഛൻ ഈ ജില്ലയിലെ അല്ലാത്ത പോലെ മാറി നിൽക്കുന്നുണ്ടല്ലോ അച്ഛാ. അച്ഛാ ക്യാരക്ടറിൽ നിന്ന് വിട്ട് മാറിയിട്ടില്ലേ? ഇപ്പൊ അതിൽ തന്നെ ഉള്ളത്. അല്ല, കഴിഞ്ഞ ക്വാർട്ടർ ഫൈനലിൽ അമ്മ ഒന്ന് തകർത്തു പോയി മേഘനയുടെ കൂടെ. അപ്പൊ നമ്മള് അച്ഛനോട് ചോദിച്ചിരുന്നു അടുത്ത റൗണ്ടിൽ അച്ഛന് കേറേണ്ടി വന്നാൽ അച്ഛൻ കേറുമോ എന്ന്. അച്ഛൻ ആ വാക്ക് പാലിച്ചിരിക്കുന്നു അച്ഛാ. ഗംഭീര, വളരെ സന്തോഷമുണ്ട് ആ ഈ സ്റ്റേജിൽ ഇങ്ങനെ ഒരു പെർഫോമൻസ് നടത്താൻ. ആദ്യമായിട്ടാണ് ഇതുപോലത്തെ സ്റ്റേജിൽ നിൽക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികം കൂടിയാണ്. അപ്പൊ അന്ന് തന്നെ ഇതുപോലത്തെ റോള് അഭിനയിക്കാൻ പറ്റിയ സന്തോഷം. അതെ, എത്ര വർഷമായി? 25 കൊല്ലായി. 25 കൊല്ലായി. ഇവിടെ ഒരാളിരുന്ന് ചിരിയോട് ചിരി, അമ്മ ഇരുന്ന് ചിരിയായിരുന്നു. അച്ഛൻ സ്റ്റേജിൽ വരുമ്പോഴേ തുടങ്ങി ചിരിക്കാൻ. ഷോ സ്റ്റെപ്പൊക്കെ പഠിച്ചിട്ടുണ്ടാവുക, ഓ എന്നെ മാതിരി അഭിനയിക്കൂ. അതൊരു നല്ലൊരു അച്ഛനും മകളും ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. അതെ, മേഘന എന്തായി നമ്മുടെ മത്സരം? എങ്ങനെ നന്നായി പാടാൻ പറ്റിയോ? വലിയ കുഴപ്പമില്ലാണ്ട് കുഴപ്പമില്ലാതെ പാടാൻ പറ്റി. നമുക്ക് പാട്ടിനെ കുറിച്ച് വിശദമായിട്ട് വേണുചാനോട് ചോദിക്കാം. തുടക്കം ഒരു ചെറിയൊരു ആശയ കുഴപ്പം അല്ലേ? എന്ത് പറ്റി? അത് പ്രാക്ടീസ് ചെയ്യുമ്പോ ശരിയായി വന്നു. അവിടെ വന്നപ്പോ ഒന്നും കൂടെ ശരിയായിക്കോളൂ കേട്ടോ. വെരി ഗുഡ്, മതി. അപ്പൊ അത് ശരിയായി, വേറെ കുഴപ്പമൊന്നുമില്ല, പറയത്തക്ക വലിയ കുഴപ്പം ഇല്ല. മേഘനയ്ക്ക് ശ്രുതി ഈസ് വെരി ക്ലീൻ. ക്ലാരിറ്റിയാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന്. യു അണ്ടർസ്റ്റാൻഡ് അല്ലേ? തൊണ്ട ഡ്രൈ ആയിപ്പോയി. ശരി അച്ഛൻ ഗുഡ് ഗുഡ് ഗുഡ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഇവിടെ മിക്കവാറും ഒരു ടേബിളില് സൈഡില് ബിസ്ക്കറ്റ്, വെള്ളം, ഓക്സിജൻ സിലിണ്ടർ ഇതൊക്കെ വെക്കേണ്ടി വരും. എല്ലാവർക്കും വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്ലേറ്റും വെക്കാൻ, അങ്ങനെയൊക്കെ കുറെ സംവിധാനം ചെയ്യേണ്ടി വരും അല്ലേ? ചിരി അത്ര ഉള്ളു. മേഘന സെമി ക്ലാസിക്കലിന് നല്ലൊരു പാട്ട്, നല്ല സെലക്ഷനാണ്. ഞങ്ങളുടെ ടോപ്പ് ബാൻഡിന്റെ ഗംഭീര പ്രകടനമായിരുന്നു, സൂപ്പർബായിരുന്നു അവര്. മേഘന പാടിയതിനകത്ത് എനിക്ക് തോന്നിയ 2-3 കാര്യങ്ങൾ. ഒന്ന്, ആ സ്വരം പഠിച്ചത് ഇടയിലുള്ള സ്വരം ഫിനിഷ് ചെയ്തപ്പോഴത്തേക്ക് സ്ലിപ്പായി, അത് ഫുൾ പാടാൻ പറ്റില്ല, ഡ്രൈ ആയിപ്പോയി തൊണ്ട. അതുപോലെ ലാസ്റ്റ് ഫിനിഷ് ചെയ്ത സ്ഥലം, ആ ഹമ്മിങ് കുറച്ച് അവിടെ ഇവിടെ ഒന്ന് റെഡിയാക്കാനുണ്ട്. ഫീലിനോടൊപ്പം ഇതിൽ നോട്ട്സും കൂടി ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് ഈ സെമി ക്ലാസിക്കൽ റൗണ്ടിൽ. അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഗുഡ്. എന്തായാലും തമ്പുരാൻ അതേ ക്യാരക്ടറിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ മേഘനയുടെ അച്ഛനാവാൻ വേണ്ടിട്ട് പറഞ്ഞു വിടാം അല്ലേ? അതെ, ഒരു ഷർട്ട് ഇട്ടാ കൊള്ളാം എന്നുണ്ട്. ഷർട്ട് ഇട്ടാ കൊള്ളാറുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും മേഘനയുടെ അച്ഛനായിട്ട് വരട്ടെ. മേഘന, അങ്ങനെ നമ്മുടെ സെമി ഫൈനലിലെ റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്, ഇഞ്ഞോ റൗണ്ടും കൂടി ഉണ്ട്. അതൊക്കെ പോട്ടെ, നമ്മുടെ കണ്ണേട്ടൻ അവിടെ, കണ്ണേട്ടനെ കാണാൻ. കണ്ണേട്ടൻ ഇപ്പം ഓഫീസിലാണ്. ഓഫീസിൽ പോയി തിരിച്ചു പോയി. ഓടി രക്ഷപ്പെട്ടതാണോ? ഓടി രക്ഷപ്പെട്ടതല്ല, തിരക്ക്. അല്ല, അന്നത്തെ സർപ്രൈസിന് ശേഷം എന്ത് പറഞ്ഞു? നല്ല സന്തോഷമായി. കണ്ണേട്ടൻ ഹാപ്പിയാണ്. കണ്ണേട്ട അച്ഛനും അമ്മയും എവിടെയാണ്? നാട്ടിലാണുള്ളത്. വരണമെന്ന് വിചാരിച്ചിരുന്നു, വരാൻ പറ്റിയില്ല. പിന്നെ എന്റെ ഇളയച്ചനും ഇളയമ്മയും വെല്ലിമ്മയും വന്നിട്ടുണ്ട്. ശരി. അല്ല മേഘന, ഇപ്പൊ കണ്ണേട്ടൻ സർപ്രൈസ് ആയിട്ട് ഈ വേദിയിലോട്ട് വന്നു. അപ്പോ കണ്ണേട്ടന്റെ അച്ഛനും അമ്മയും എന്തുകൊണ്ട് വന്നില്ല? വിളിച്ചില്ലേ? മേഘന വിളിച്ചില്ലേ? വിളിച്ചു. നമുക്ക് തിരക്കായോണ്ട് അമ്മ വർക്ക് ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യുന്നേ? ഡെവലപ്മെന്റ് ഓഫീസർ, പാനൂർ ബ്ലോക്കില്. ഓക്കെ. അപ്പൊ എന്നാലും ഫോണൊക്കെ വിളിച്ച് സപ്പോർട്ടൊക്കെ തരാറുണ്ട്? ഉണ്ട്, നല്ല ധൈര്യം തരാറുണ്ട്. വിളിച്ചപ്പോ നല്ല ധൈര്യം തന്നു. ഇങ്ങനെ ഒരു ബാക്ക് ബോൺ ആയിട്ട് നിക്കാന്ന് പറഞ്ഞോ? ബാക്ക് ബോൺ ആയിട്ട് നിക്കാന്ന് പറഞ്ഞോ? ബാക്കില് നിക്കാന്ന് പറഞ്ഞു. ബാക്കിലേക്കൊന്ന് നോക്കൂ. ബാക്ക് ബോൺ ആയിട്ട് ഈ വേദിയിൽ നിൽക്കുവാണ്. അതെ. സർപ്രൈസ് ആയോ? ഞങ്ങൾ എങ്ങനെയാ, എന്താണ് പറയാനുള്ളത് ഇവരോട്? പെർഫോമൻസ് ഉണ്ടായിരുന്നോ? ശരിക്കും ആസ്വദിച്ചിട്ടുണ്ട്. സംഗീതപരമായ കാര്യങ്ങളൊന്നും അറിയാതെ കൊണ്ട് കേൾക്കാൻ പറ്റി, ആസ്വദിക്കാൻ പറ്റി, അത്ര തന്നെ. അമ്മ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ വരുന്നില്ല എന്നൊക്കെ ചോദിച്ചപ്പോ എന്തോ ജോലി തിരക്കൊക്കെ കാരണം വരാൻ പറ്റിയില്ല എന്നൊക്കെയാണ് മേഘനോട് പറഞ്ഞത്. വരാൻ പറ്റൂലെന്ന് വിചാരിച്ചതാണ്. ലാസ്റ്റ് മൊമെന്റ്
എല്ലാം ജോലിയൊക്കെ മാറ്റി വെച്ച് വന്ന്. വന്നു. മേഘന ആ ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ലേ? ഇല്ല. എന്തായാലും മേഘന വളരെ ഹാപ്പിയായി. മേഘനയുടെ ഫാമിലിയിൽ നിന്ന് എല്ലാരും വന്നിട്ടുണ്ട്. അമ്മ, അച്ഛൻ, അനിയൻ, ഇളയമ്മ, ഇളയച്ചൻ, വല്യമ്മ, ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും ഫുൾ ഫാമിലിയാണ്. ഇത്രയും സപ്പോർട്ട് ഉണ്ട്, പിന്നെ എന്ത് വേണം? കണ്ണേട്ടനോട് എന്തെങ്കിലും പറയാനുണ്ടോ ഈ ഒരു സമയം? സാരില്ല, പുള്ളി വന്നിട്ടില്ല. സർപ്രൈസ് ആയിരിക്കില്ല, പേടിക്കണ്ട. ഡോണ്ട് വെറി. മിസ് ചെയ്യുന്നുണ്ടോ കണ്ണേട്ടനെ? അതുണ്ടാവുമല്ലോ. ഉണ്ടാവല്ലോ. അപ്പൊ എന്താണ് കണ്ണേട്ടനോട് പറയാനുള്ളത്? പറഞ്ഞോളൂ. വേഗം വാ തന്നെ. ശരി, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങൾ രണ്ടുപേരും ഈ വേദിയിൽ മേഘനയുടെ കൂടെ തന്നെ കാണാൻ പറ്റിയല്ലോ, ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങളുടെ ഫാമിലി കൊടുക്കുന്ന സപ്പോർട്ട് ഇനിയും തുടരുക.